ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ സ്വന്തം മച്ചൂസ് ഗെയിമിന് കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് പുതിയൊരു എപ്പിസോഡുമായിട്ടാണ്. ഏത് കൂട്ടന്മാരെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ഫാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അങ്ങ് ഇടാം എന്ന് കരുതി. ക്യാരറ്റ് ഫാം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഫാം ഉണ്ടാക്കാൻ പോവാണ്. ഇതെന്തിനാണ് ഇവിടെ അതൊന്നും നോക്കണ്ട ഗൈസ്. ഞാൻ ഇവിടെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് മൊത്തം ഇങ്ങനെ പുല്ലുകളായിരുന്നു ടൈസ്. അപ്പോൾ വെള്ളം ഒഴിച്ചൊന്ന് ക്ലീനാക്കി, അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ക്യാരറ്റ് ഫാം ഉണ്ടാക്കാനുള്ള ഫസ്റ്റത്തെ പരിപാടി, ഞാൻ ഒരു ഡേറ്റ് എടുക്കാൻ എപ്പോഴും മറക്കൂടെ. ഡേറ്റാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. എന്നിട്ട് ഡേറ്റ് ഞാൻ എടുക്കില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടി പോകൂടെ. അപ്പോൾ ഡേറ്റ് എടുക്കാതിരുന്നാലും ശരിയാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഒരു ബക്കറ്റ് വാട്ടർ, ശേഷം കത്തിയൊന്നും വേണ്ട, എന്തിനാണെന്തോ. ഓക്കെ, നമുക്ക് ഹോയ് എടുക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇനി ഇതങ്ങ് ഫുള്ളങ്ങ്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ 1 2 3 4 എന്ന് വെച്ചാൽ ഇവിടം വരെ ഗൈസ് വെള്ളത്തുള്ളൂ. 4 ബ്ലോക്ക്, ഒരു ബ്ലോക്കിൽ വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ പ്ലസ് പോലെ 4 ബ്ലോക്കിൽ ആകപ്പാടെ വെള്ളത്തുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ചെയ്യേണ്ട വരും, എന്നുവെച്ചാൽ അടുത്ത വാട്ടർ ഒഴിക്കേണ്ടി വരും. ഓക്കെ, ഓക്കെ, നമ്മളതും തീർത്തു. ഓക്കെ, ഇതിൻ്റെ ചുറ്റും നമുക്കൊരു ബ്ലോക്സുകൾ എടുക്കണം ഗൈസ്. അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. 1 2 1 2 1 2 ഒരു 2 ബ്ലോക്ക് വെച്ചിട്ട് ഹെഡിൽ ഫുള്ളൊന്ന് ക്ലോസ് ചെയ്തേക്കാം ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേറെ ഡിസൈനിലും ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സൊക്കെ വെച്ച് മേലെ ക്ലോസ് ചെയ്ത്, എന്താ വെച്ചാൽ ഈ മേലെയൊക്കെ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ മേലെ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നില്ല കേട്ടോ. മേലെ ക്ലോസ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മേലെ ക്ലോസ് ചെയ്ത് കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കി എടുക്കാം കേട്ടോ. ഗൈസ്, നിങ്ങൾ ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളൊരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ നെയിം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ലെറ്റ്സ് പ്ലേ. അപ്പോൾ നിങ്ങൾ എന്നാലാണ് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ ഗൈസ്. ഇതിപ്പോൾ ഓരോ ഫാമുകൾ ഉണ്ടാക്കുന്ന മാത്രം നിങ്ങൾക്ക് ഇട്ടെന്നിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഏത് ഫാമാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ പറയുന്നില്ല, അതൊരു പ്രോബ്ലം. അപ്പോൾ ഞാനപ്പോൾ വീഡിയോസ് ഡെയിലി ഇടാണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. കമൻറ്റ് വരുന്ന ഓർത്തിട്ട് വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും വീഡിയോയും കൂടെ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യും കൂടെ ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ സ്ലാബും കൂടെ വെച്ചിട്ടുണ്ട്. സ്ലാബ് എന്തിനാണെന്ന് വെച്ചാൽ മോബ്സുകൾ സ്പോൺ ആവാതിരിക്കുക. ഇത് ഈ ബ്ലോക്കിൽ മോബുകൾ സ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ചുറ്റും ഞാൻ സ്ലാബും കൂടെ വെച്ച് സെറ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, അതിന് ശേഷം നമ്മൾ നമ്മുടെ വില്ലേജറിന്, നമ്മുടെ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന വില്ലേജറിന് കൊടുക്കാനുള്ള ഫാർമറാണ് ഇത്. ഓക്കെ, അതിന് കമ്പോസ്റ്ററാണല്ലോ ഗൈസ് കൊടുക്കേണ്ടത്. അപ്പോൾ കമ്പോസ്റ്റർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഈ നമ്മളിപ്പോൾ നിന്ന പോലെ വില്ലേജസും ഇതിൻ്റെ പൊക്കത്ത് കയറിക്കും. പൊക്കത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ അത് പണിയാവും ഗൈസ്. അപ്പോൾ ഞാൻ അത് ബ്ലോക്കും കൂടെ വെച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ഇതിൻ്റെ പൊക്കത്ത് ചാടിക്കയറി പിന്നെ ഇറങ്ങുമ്പോൾ ഈ ഫാം ലാൻഡ് മൊത്തം നശിപ്പിക്കും ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ടോർച്ചും കൂടെ വെച്ച് കൊടുത്തേക്കാം, ഒരു വെട്ടം വേണമല്ലോ ഏത്. ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്തു. നമ്മൾക്ക് ഇവിടെ ക്യാരറ്റും കൂടെ അങ്ങ് നട്ടേക്കാം ഗൈസ്. ക്യാരറ്റ് നമ്മളങ്ങനെ നട്ട് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ക്യാരറ്റ് നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു വില്ലേജറിനെ നമുക്ക് കൊണ്ടുപോകണം ഗൈസ്. അതാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് നമുക്ക് പതുക്കെ കൊണ്ടുവിടാം, ഇപ്പോൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് പതുക്കെ കൊണ്ടിട്ടാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇതാണ് സെൻറ്റർ വരുന്നത്. ഇവിടുന്ന് ഒരു 3 ബ്ലോക്ക് എടുത്ത് മാറ്റാട്ടോ. 2 ബ്ലോക്ക് ഹൈറ്റിൽ 3 ബ്ലോക്ക് എടുത്ത് മാറ്റുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഹോപ്പർ എടുക്കുക. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തിവിടെ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ചെസ്റ്റ് എടുത്തില്ല, ചെസ്റ്റും കൂടെ വേണം. ചെസ്റ്റ് എടുത്തേക്കാം. വാട്ടർ ബക്കറ്റിൻ്റെ ആവശ്യം കഴിഞ്ഞു. ചെസ്റ്റ് എടുത്തിട്ട് ചെസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗൈസ് ഇവിടുന്ന് ഇങ്ങനെ വെക്കാം. ഓക്കെ, ഡബിൾ ചെസ്റ്റ് വെക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് ഹോപ്പർ ഓടിക്കുക. ഓക്കെ, യെസ്, ഇങ്ങനെ തന്നെ ഹോപ്പർ ഓടിക്കുക. അതിന് ശേഷം നമ്മൾ സ്ലാബ് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. സ്ലാബ് എടുത്ത് പ്ലേസ് ചെയ്യുന്നതിന് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കേസിട്ടാണ്, എന്നാലും ഞാൻ പറഞ്ഞു തന്നേക്കാം. നമ്മളിപ്പോൾ ഇവിടെ റെയിൽ വെക്കുക. റെയിൽ വെച്ചിട്ട് ഇതിൻ്റെ പൊക്കത്ത് നമ്മൾ നമ്മുടെ ഹോപ്പർ വിത്ത് മൈൻകാട്ട് വെക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉന്തി വിടുക. ഇവനെ പൊട്ടിച്ചളയുക. ഓക്കെ, ഓറൊന്നുണ്ടോ? ഓക്കെ, അത് മതി. അതിന് ശേഷം നമ്മൾ വേണ്ട ഈ ബ്ലോക്കിൽ ഒരു ട്രപ്പ് ഡോർ വെക്കുക. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന വില്ലേജർ ഫാർം ചെയ്ത് അവൻ്റെ കയ്യിൽ മൊത്തം നിറഞ്ഞു കഴിയുമ്പോൾ ഇവന് ഫുഡില്ലാന്ന് ഓർത്ത് ഇവിടെ നിൽക്കുന്ന വില്ലേജറിന് ഫുഡ് കൊടുക്കും. അപ്പോൾ ആ ഫുഡ് എറിഞ്ഞു കൊടുക്കുമ്പോൾ മൊത്തം ഈ ഹോപ്പർ വിത്ത് മൈൻകാട്ട് വലിക്കും. അതിന് വേണ്ടിയാണ് ഈ ഹോപ്പർ വിത്ത് മൈൻകാട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാപ്പ് ഡോർ വെക്കുക. അതിനുശേഷം ഇതിൻ്റെ പൊക്കത്ത് ഒരു ട്രാപ്പ് ഡോറും കൂടെ വെക്കുക. അതിൻ്റെ പൊക്കത്ത് ഒരു സ്ലാബും വെക്കുക. അപ്പോൾ ഇതാണ്ട അടിപൊളിയായി. ഗൈസ്, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ്ട ഇവിടുത്തെ ഡേറ്റൊന്ന് എടുത്ത് കളയാം. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ. ഇതാണ്ട ഇതെന്തിനാ വെച്ചാന്ന് വെച്ചാൽ ഗൈസ്, ഇത് ഹാഫ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് തുറക്കാൻ പറ്റും. ഫുൾ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് തുറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാഫ് ബ്ലോക്ക് വെച്ചേക്കുന്നത്. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് പെട്ടെന്ന് പരിപാടി തീരുന്ന പരിപാടിയായിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മളിങ്ങനെ ഒരു ബ്ലോക്ക് വെക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്യണം കേസ്. ഇവിടെ നമ്മൾ വില്ലേജറിനെ കൊണ്ടുവരണം. ഇവിടെ നമ്മളൊരു ബ്ലോക്ക് പ്ലേസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ലാബ് എടുത്ത് ഇവിടെയും പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വില്ലേജറിനെ കൊണ്ടുവരണം. അതേപോലെ ഇവിടെ ഒരു വില്ലേജറിനെ കൊണ്ടുവരണം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു വില്ലേജറിനെ കേട്ടാട്ടെ. ഇവിടെ ഉള്ള ഒരു വില്ലേജറിനെ ആഡ് ചെയ്തു. അവൻ എന്താണ്ട് ഇതെടുത്തിട്ടുണ്ട്, കമ്പോസ്റ്റർ എടുത്തിട്ടുണ്ട്. ഇനി കമ്പോസ്റ്റർ ഒഴിച്ച് പിന്നെ വേറെ ഏതും വെക്കാം. കമ്പോസ്റ്റർ ഒഴിച്ച് വേറെ ഏത് ജോബ് വേണമെങ്കിലും മറ്റേ വില്ലേജറിന് കൊടുക്കാം ഗൈസ്, കുഴപ്പമില്ല. ഏതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വില്ലേജറിന് ഏത് ജോബ് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. കമ്പോസ്റ്റർ ഒഴിച്ച് ബാക്കി ഏത് വില്ലേജ് വേണമെങ്കിലും ഏത് ജോബ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെയും കൂടെ ഒരു വില്ലേജറിനെ ആഡ് ചെയ്യാൻ പോണ്. അവനെ ആഡ് ചെയ്തിട്ടുണ്ട്. അവനും ആ ജോബ് എടുത്തു. കണ്ടോ, ഇവൻ്റെ പൊക്കത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ലാബ് വെച്ച് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലാബ് വെച്ച് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഭംഗിക്ക് വേണ്ടിയും പിന്നെ തമ്പുനെ ഇടാൻ വേണ്ടിയും. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. എല്ലാവരും ഇനി അടുത്ത ഏത് ഫാമാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാതെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.